കുട്ടിപ്പാട്ടുകാരുടെ മാത്രല്ല ഇവിടെ ഇരിക്കുന്ന 3 പേരുടെയും എന്റെയും നമ്മുടെ ടോപ്പ് ബാൻഡിന്റെയും ഒക്കെ ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് ചിരിയും ഒക്കെ നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. നമ്മളത് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് MJ അങ്കിൾ. വെൽക്കം. തുടങ്ങിയല്ലോ നമുക്ക്. റെഡി അല്ലേ കൂട്ടുകാർ 3 പേരും? റെഡി. ഓക്കെ മധു അങ്കിൾ, ഓ ഇവിടെ വന്ന് ഒരു മെലഡി റൗണ്ട് ഒക്കെ കേട്ട് ഒരു മെലഡി സോങ് ഒക്കെ കേട്ടിട്ട് കുറച്ച് ആ കൊതി ഞാൻ മനസ്സിലാക്കുന്നു. അതെ, അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ വരാൻ പോകുന്നത് ഒരു നല്ല മെലഡി സോങ്ങുമായിട്ട് നമ്മുടെ ദിയക്കുട്ടിയെ വിളിക്കാം. So let's welcome ദിയക്കുട്ടി on stage. ദിയക്കുട്ടിയും ആര്യ ചേച്ചി ഇന്ന് സെയിം പിഞ്ചാ. സെയിം. പക്ഷെ മീനൂട്ടിയും ദിയക്കുട്ടിയും ഏകദേശം ഒരു സെയിം പിഞ്ചാ. ഒരു സെയിം പിഞ്ച്. തിളക്കം നോക്കൂ, ഒരു മിന്നലുണ്ട്. അപ്പൊ ദിയക്കുട്ടി അവതരിപ്പിക്കുന്ന മെലഡിയാണെന്ന് അല്ലേ? ദിയക്കുട്ടി വരുമ്പോ തന്നെ ഒരു വലിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് നമുക്ക്. എന്താണെന്നറിയോ? ഇന്ന് കലക്കും. ദിയക്കുട്ടി 1-2 ഇടങ്ങളിൽ പോയപ്പോ, ഇവിടെയല്ല ദുബായില്, എന്റെ അടുത്ത് പറഞ്ഞു ആ ദിയക്കുട്ടിയില്ലേ അസലായിട്ട് പാടും എന്ന് പറഞ്ഞു. ആ, ഞാനൊരു മോളിൽ വെച്ച് കണ്ട ഒരാളാ. ടോപ്പ് സിംഗർ എപ്പോഴും കാണും, പ്രത്യേക അന്വേഷണം പറഞ്ഞേക്കണെന്ന്. അപ്പൊ അത് പറഞ്ഞിരിക്കുന്നേ. പുള്ളിക്കാരൻ ഇത് കാണുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പറഞ്ഞിട്ടുണ്ടേ. പിന്നെ വിശേഷം എന്താ? വിശേഷം കൊറേ ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ പെറ്റ് എന്താ? മ്യൂസിക്. അങ്ങനല്ല, പെറ്റുണ്ടോന്നാണോ ചോദിച്ചത്? ശരി. എനിക്കൊരു ഓസ്കാർ ഉണ്ട്. ഓസ്കാർ എന്തായാലും എനിക്ക് കിട്ടാൻ ചാൻസ് കുറവായതുകൊണ്ട് അതൊരു ഷിറ്റ്സു ആണ്, പട്ടിക്കുട്ടി. പിന്നെ 2 പൂച്ചകളുണ്ട്, മാക്കി മധുബാലകൃഷ്ണൻ. മാക്കി മധുബാലകൃഷ്ണൻ. പിന്നെ ഹൈന മധുബാലകൃഷ്ണൻ. അല്ല, അത് പേരെങ്ങനെ അതിനെ മധുങ്ങൾ പേടിയായിരുന്നു. അപ്പൊ ഇതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. അതിലിപ്പോ മൈക്കി ഒരു മാന്തിയിട്ട് ഓസ്കാറിന്റെ ഒരു കണ്ണ് പോയി. അയ്യോ, ഇപ്പൊ മറ്റേ വിക്രമന് മുത്തലേത്ത പോലെ ഒറ്റ കണ്ണിങ്ങനെ. അതെ. പിന്നെ കുറച്ച് മീൻസ് ഉണ്ട്. മീൻസ് എനിക്ക് പൂച്ചക്കുട്ടിയാണ്. വിക്കുമ്മി അങ്ങനെ വിളിക്കുന്നത്. വിക്കുമ്മ വിക്കുമ്മ എന്ന് വിളിച്ചാൽ ഇങ്ങനെ ഓടി വരും. പക്ഷെ ഇപ്പൊ ഓടിപ്പോയി. എനിക്ക് പെറ്റ്സ് ഇല്ല. അയ്യോ, 2 പെറ്റ്സ് ഉണ്ടല്ലോ. 2 പെറ്റ്സ് ഉണ്ടല്ലോ. എവിടെ? കാർത്തിക്കും. പെറ്റ്സ് ഒന്നുമില്ല, വലിയ വലിയ ആൾക്കാരാണ്. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാൽ എനിക്ക് അവരുടെ ഇടിയുള്ളൂ. MJ അങ്കിളിന് ഇഷ്ടമല്ലായിട്ടാണോ അതെയോ നോക്കാൻ പാടാ അങ്ങനെയാണോ? അല്ല, രണ്ടും ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങനെയാണല്ലേ പറ്റേ. പക്ഷെ എനിക്കുള്ളത് ഒരു കോഴിയാണ്. കോഴിയാണോ? വിളിച്ചാ വിളി കേൾക്കും. ഞാനതിനെ കുറച്ച് ചെറുതാകുമ്പാണേ അതിനെ മടിയിലിരുത്തും. ഈ കോഴി ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ അത് എവിടെയോ പോയി. ഇത് പൂവൻ കോഴിയാണോ? ഇത് പൂവൻ കോഴിയാ. ആണോ? ഞങ്ങളതിന് പപ്പ് എന്നാ പറയുന്നത്. തൊപ്പിയുള്ളതാണോ? അതുകൊണ്ടാണോ പൂവൻ കോഴി? അങ്ങനെയാണോ? രാവിലെ എന്ത് ചെയ്യും? രാവിലെ പോവും, പക്ഷെ ഞാൻ അറിയില്ല. ഇടയ്ക്ക് കേൾക്കാറുണ്ട്. അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു കൂവൽ? വേറെ കോഴികളുണ്ടോ? വേറെ കോഴിയുണ്ട്. അതിന് പേരുണ്ടോ? ഇല്ല, അത് ഇത്രയും പെറ്റല്ല അല്ലേ? അല്ല, ഇതിനെ മടിയിലിരുത്തും പിന്നെ കളിപ്പിക്കും. അപ്പൊ ഇതിനോട് മാത്രമേ ഇത്ര അടുപ്പം സ്നേഹമുള്ള. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കണ്ടു കോഴികളെ പെറ്റാക്കുന്ന ഒരാളെ കണ്ടു. അതെ, നമ്മുടെ എനിക്ക് ചിത്രാമ്മേനെ കാണുന്ന വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ എനിക്കൊരു അവസരം കിട്ടി. ചിത്രാമ്മയ്ക്ക് രവീന്ദ്ര ചൈത്ര പുരസ്കാരം കൊടുക്കണ്ടായി. അപ്പൊ കഴിഞ്ഞ ആഴ്ച. അപ്പൊ അത് ഡയറക്റ്റ് ചെയ്യണ അങ്കിളിനെ ഞങ്ങൾക്കറിയാം. അച്ഛൻ അങ്ങളിനോട് ചോദിച്ച് പാസ്സൊക്കെ വാങ്ങി ഞങ്ങള് കാണാൻ പോയി. അടുത്ത് നിന്ന് കാണാൻ പറ്റി, പക്ഷെ അനുഗ്രഹം മേടിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. ഒരു വിഷമം ഇപ്പോഴും മനസ്സിലുണ്ട്. എപ്പോഴെങ്കിലും ആ വിഷമം എത്ര പെട്ടെന്ന് മാറട്ടെ. ചേച്ചി എത്രയും വേഗം തന്നെ കാണാൻ സാധിക്കട്ടെ. അതിനുള്ള അവസരം ഉണ്ടാവട്ടെ. ദൈവം ഒരുക്കി തരട്ടെ. അല്ലേ? അതെ. ചിത്ര ചേച്ചിയുടെ പാട്ടാണോ പാടുന്നത്? അതെ, ഇന്ന് പാടാൻ പോകുന്നത് ചിത്രാമ്മയ്ക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ കേൾപ്പിക്കാം.
ഉറപ്പ്. താങ്ക് യു. നീ ആരെങ്കിലും കേൾപ്പിക്കും, എന്നിട്ട് ഈ കുട്ടൻചാട്ടൻ കേൾപ്പിക്കും. ആഗ്രഹവും പറയണം. അപ്പൊ ഞാൻ ചിത്രാമ്മയുടെ എന്തായാലും പറയാം കേട്ടോ, ഈ പാട്ട് പാടിയെന്നും പറയാം, ഇത് ഈ ആഗ്രഹം. ടെലികാസ്റ്റ് ആവുമ്പോ ഞാൻ കേൾപ്പിക്കാം കേട്ടോ. താങ്ക് യു അപ്പൊ അങ്കിൾ. ഡീറ്റെയിൽസ് ഓഫ് ഇന്ത്യ ഡീറ്റെയിൽസ് ഫിലിം ദേശാടനക്കിളി കരയാറില്ല. എന്താ കാര്യത്തെ? വൈ Why? വാട്ട്സ് റോങ് വിത്ത് But why? അതെനിക്കറിയില്ല. ആണോ? അടുത്തത് വർഷം 1986. 86. ഓക്കെ. പിന്നെ ലിറിസിസ്റ്റ് ONV സർ, പാടിയത് ചിത്രാമ്മ. ഓക്കെ, പാടിക്കോ. Okay. ഓക്കെ. ഓക്കെ, All the All the best. best. താങ്ക് യു. Super, very nice.
ദിഗുട്ടീസ്, എന്തോ മനോഹരങ്ങളായിട്ടുള്ള സംഗീതത്തിന്റെ മുഹൂർത്തങ്ങളുള്ള ഒരു പാട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. അത് രവീന്ദ്ര മാസ്റ്റർക്ക് വളരെ നാച്ചുറലായിട്ട് വരുന്ന, അത് കമ്പോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പാട്ടിന്റെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു തോട്ട്. അതെ അതെ, ഒന്നും കമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, എന്താണോ വരുന്നത് അത് എടുക്കുന്നു, അത് തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളും അത് പാടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നാച്ചുറൽ ആയാൽ നല്ലതായിരിക്കും. നാച്ചുറൽ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിരിക്കും. നമ്മളൊരു പാട്ട് പാടി ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയല്ല. നമ്മൾ പാട്ട് പാടുകയാണ്, എങ്ങനെ ഹൃദയം കൊണ്ട് പാടുകയാണ്, വോക്കൽ കോഡ് കൊണ്ട് പാടുകയല്ല. അങ്ങനെ വരുമ്പോഴാണ് എങ്ങനെയാവണത്, അങ്ങനെ ആകുമ്പോഴാണ് ദിയക്കുട്ടിയാവണത്. പിന്നെ ഇത് പാടുന്നതിന് ഒരു ഡൈനാമിക്സ് നമുക്ക് കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ തോന്നുന്നു. ഒന്ന് പാടി നോക്കാതെ പമ പദ പമ പദ പമ പദ പമ പദ, ഞാൻ പാടുന്നത് പമ പദ പമ പദ പമ പദ പമ പദ, ഇത് സ്ട്രെയിറ്റ് ലൈൻ. മറ്റേത് ഇങ്ങനെ ഡൈനാമിക്സ് വേരി. അപ്പോൾ അങ്ങനെ പാടി കേൾപ്പിക്കാമോ? പൂവേണു പൂവേണു. അതാ കുറച്ചുകൂടെ ഇംപ്രസ് ചെയ്യണേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് തേനോലും എങ്ങനെ പാടി? തേനോലും. അടുത്തത് നിന്നീണം. അപ്പോൾ ഒരു പാട്ടിനെ ഈ രീതിയിലൊക്കെ അപ്രോച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. പാട്ട് ഇങ്ങനെ ഓടും ചാടും, വെറുതെ നിൽക്കും, ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കും, ചിലപ്പോൾ നമ്മളിൽ നിന്ന് മാറി നിൽക്കും. ഇതെല്ലാം പാട്ടിലൂടെ നമ്മൾ കൺവേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പറഞ്ഞു, അതാണ് പാട്ട് പാടൽ എന്ന് പറയുന്നത്. ആലാപനം എന്ന് പറഞ്ഞാൽ അതാണ്. ദിയക്കുട്ടി ഒരു എക്സ്ട്രോണറി ടാലന്റ് ആണ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ദിയക്കുട്ടി വരുമ്പോൾ തന്നെ ഇന്നൊരു സംഭവം ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കണേ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ചൊരു ചെറുതായിട്ട് ഒരു ഔട്ട് ഓഫ് പ്ലേസ് എനിക്ക് തോന്നുന്നുണ്ട്. അത് സാരമില്ല, ചില ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കും. ഓക്കെ, ദിയക്കുട്ടി എന്തോ ഒരു ഒരു പ്രകാശം, ഒരു ദീപം അല്ലേ? ദിയ എന്ന് പറഞ്ഞതല്ലേ, ഒരു പാട്ടിന്റെ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടിയായിട്ടുള്ള നിൽക്കാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്ന് പാടിയത്, ഉഗ്രനായിട്ട് പാടി കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ വോയിസ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു നായികയ്ക്ക് ഇപ്പൊ പാടാൻ സാധിക്കും. അതിപ്പോഴേ ആയിക്കഴിഞ്ഞു, ഇനിയും അത് ബ്യൂട്ടിഫുൾ ആയി വരും. എനിക്കിന്ന് പാടിയതിൽ ഇപ്പൊ ഈ പറഞ്ഞ MJ അങ്കിൾ പറഞ്ഞ ആ കാര്യമാണ്, ഡൈനാമിക്സ് കുറച്ചൊന്ന് മിസ്സായി. പിന്നെ അവിടെ ഇവിടെ ചില നോട്ടുകളൊന്ന് പെർഫെക്റ്റ് ആയിട്ട് എത്താൻ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ അത് പാട്ടെല്ലാം നന്നായിട്ട് പാടി. ഒരു ലൈവിലാണ് ഇപ്പോൾ ദിയക്കുട്ടി പാടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും നന്നായിട്ട് കൈയടിക്കും, എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യും. ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ നോട്ട്സ് ആ ശ്രുതിയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചേരണം. ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് തേനോലും നിന്നീണം, പിന്നെ ആ നോട്ടുകൾ ഇപ്പൊ സാധാരണ ഒരു പലരും പാടുന്നതിനേക്കാളും ഞാൻ കേട്ടിട്ടുള്ളതിനേക്കാളും വളരെ മികച്ച ഒരു പ്രകടനമാണ് ഇപ്പൊ കാഴ്ചവെച്ചത്. ദിയക്കുട്ടി ഓൾറെഡി നല്ല മിടുക്കിയായിട്ടുള്ള ഗായികയാണ്. മിടുമിടുമിടുമിടുമിടുക്കിയാവും ഇനി ശ്രദ്ധിച്ചാൽ. ദിയക്കുട്ടി കുറച്ചുകൂടെ ഫ്രീ ആയി പാടാൻ പറ്റുമായിരുന്നു എന്ന് തോന്നി. എസ്പെഷ്യലി അത് ശരിക്കും തോന്നിയ എപ്പോഴറിയോ, മറ്റേ അനുപല്ലവി സ്റ്റാർട്ടിങ് തൊട്ടിട്ട് കോറസിന് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തിനാ നോക്കുന്നത്? അവർ റെഡിയല്ലേ, അപ്പൊ അത്രയും, അതായത് ആദ്യത്തെ വരി പാടുമ്പോ തന്നെ അവസാനത്തെ വരിയെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ ഓക്കെ അല്ലേ, അവരവിടെ പാടുവോ, ഞാൻ പാടുന്നത് ശരിയാവോ? അതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട, അവര് പഠിച്ചു. അപ്പൊ ആ ടെൻഷൻ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് കലക്കാൻ പറ്റും അല്ലേ? അത് മാത്രമേ എനിക്കും തോന്നിയുള്ളൂ. പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഫീൽ ഫ്രീ ടു സിംഗ് ആൻഡ് പെർഫോം. ഓക്കെ, ബാക്കി എല്ലാം അടിപൊളിയാണ്. ഇനിയും അടിപൊളിയായി പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. എന്തോ എന്റെ ഓർമ്മകൾ ഒരു 35 വർഷത്തേക്ക് പിന്നിലേക്ക് പോയോ? ഫ്ലാഷ് ബാക്ക്. എന്താണ് ഓർമ്മ? ചെറിയ പയ്യനായിട്ടിരിക്കുക, ഒരു ചെറിയ പയ്യനായിട്ട്. സമയമാം നദി പുറകോട്ടൊഴുകി, സ്മരണതൻ പൂവണി താഴ്വരയിലേക്ക്. അപ്പൊ അവിടെ കാണാവുന്നത് ഒരു സ്റ്റുഡിയോയില് വയലിൻ വായിക്കുന്ന ഒരു ഗ്രൂപ്പില് ഒരു പയ്യൻ. അപ്പൊ ആ പയ്യനെ ഞാൻ കണ്ടപ്പോഴത്തേക്കും അസാധ്യമായിട്ട് വായിക്കുന്നു. അസാധ്യം എന്ന് പറഞ്ഞാൽ അസാധ്യം. അങ്ങനെ ഓരോ റെക്കോർഡിങ് വരുമ്പോഴത്തേക്കും ആ പയ്യനുമായിട്ട് കൂട്ടുകൂടി. പിന്നെ ആ പയ്യൻ എന്റെ ബ്രദറായി. ആ സ്വന്തം ബ്രദറാണ് അവിടെ, ഹെറാൾഡ് ബ്രദർ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നത്. ഹെറാൾഡിനെ പറ്റിയാ പറഞ്ഞോണ്ടിരിക്കണേ. വലിയൊരു കഥ പറയുന്നു. അപ്പൊ അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരനാണ് അവിടെ ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്, പേഴ്സൺ ആണ്. അതാണ്, ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആകണമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ ആണെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അങ്ങനെ ഒരാളാണ് തീർച്ചയായിട്ടും ഹെറാൾഡ് ജി. അപ്പോൾ ഹെറാൾഡ് ജിക്ക് വലിയൊരു
KD, my dear brother. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് വേറെ പല പാട്ടുകളും അതിലേക്ക് പോകാൻ തോന്നും. ഇത്തിരി നാണം പെണ്ണിൻ കവിളിനു കുങ്കുമമേകുമ്പോൾ, മംഗളഗന്ധം ആണിൻ കരളിനെ കിളിയൂട്ടുമ്പോൾ, ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. ഇത്തിരി നാണം പെണ്ണിൻ കവിളിനു കുങ്കുമമേകുമ്പോൾ, മംഗളഗന്ധം ആണിൻ കരളിനെ കിളിയൂട്ടുമ്പോൾ, ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. അല്ലേ? രവീന്ദ്ര മാസ്റ്ററുടെ വേറൊരു പാട്ട് രാഗം ബേസ്ഡ് ആയിട്ടുള്ള വെറുതെ ഒരു പണക്കം എന്ന് പറഞ്ഞൊരു സിനിമയിലെ മനസ്സേ നിന്റെ മണിനോപുരങ്ങൾ ഇന്നെന്തേ മാറ്റിവച്ചു, നർത്തനം ചെയ്തു തളർന്നിട്ടു, നാണം കൊണ്ടു തരിച്ചിട്ടോ, മനസ്സേ നിന്റെ മണിനോപുരങ്ങൾ ഇന്നെന്തേ മാറ്റിവച്ചു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോ ദിയക്കുട്ടിക്ക് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 97.25 on 100. ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഒന്നും കുറയരുത്. ഇനി ഇത്തരം വേവലാതികളൊന്നും ഇല്ലാതെ വരണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് മധുരമഴ പെയ്യണം അടുത്ത പ്രാവശ്യം. ഹലോ, വിളിക്കാതെ ചേച്ചീനെ രാകേഷ് അങ്കിള് പുറത്ത് വിളിക്കുന്നു. ഇപ്പോഴോ? എന്താടാ നീ കളത്തിലുണ്ടോ? മീനുട്ടി എവിടെ പോണു? വിളിക്കണോന്ന് പറഞ്ഞു. രാകേഷ് അങ്കിള് പുറത്ത് വിളിക്കുന്നു മീനൂട്ടി ചേച്ചി. പെട്ടെന്നൊരു ഒച്ച കേട്ട് ആരെങ്കിലും ഓടി വരണേ. മധു, ഓ ഇപ്പൊ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. എന്തായിരുന്നു കലപില അല്ലേ? എന്തായിരുന്നു ഇതൊരു ആശ്വാസം. അപ്പൊ നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരി. ഓ എന്തൊരു സുഖമായ ശബ്ദം കേൾക്കാൻ. ഇപ്പൊ മീനു ചേച്ചി പോയ സ്ഥിതിക്ക് ഞാൻ തന്നെ അടുത്ത കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യട്ടെ. അതിനു വേണ്ടിട്ടാണ് കേറി വന്നേ? അല്ല, പിന്നെ ഇപ്പൊ മീനു ചേച്ചി പോയത് കണ്ടല്ലേ. ഓ അതുകൊണ്ട് സമയം കളയണ്ടെന്നല്ലേ? സമയം കളയണ്ട, കൊറേ ഓ, ശരി, നേരം ശരി. എടുക്കും. ഓക്കെ ഓക്കെ. അപ്പം അടുത്തായി ടോപ്പ് സിംഗറിൽ ഡ്യൂറ്റ് റൗണ്ട് ആണ്. അപ്പൊ അതിൽ പാടാൻ വരുന്നത് ജഡ്ജസിന്റെയും പ്രേക്ഷകരുടെയും കണ്ണിലുണ്ണിയായ ഭയങ്കര വൈബ്രന്റ് ചിൽ കുട്ടിയാണ്. നല്ല മിടുക്കി കുറുമ്പി കുട്ടിയാണ്. അപ്പൊ നമുക്ക് വിളിക്കാം. കോട്ടയത്ത് നിന്നും മിടുക്കി ജുവൽ മേരി. ഓ അത് ശരി. എല്ലാം ഒറ്റയ്ക്കാണ് തന്നെ ഹായ് ഹായ് ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ നാളായല്ലേ കണ്ടിട്ട്? സുഖായിരിക്കുന്നോ? നന്നായി. അപ്പം ഡ്യൂറ്റ് റൗണ്ടിൽ ഞാൻ തന്നെ പാടിയാൽ ശരിയാവത്തില്ലല്ലോ. അപ്പൊ എന്റെ കൂടെ ഡ്യൂറ്റ് പാടുന്ന ആളെ കൂടെ വിളിക്കണ്ടേ? ലെറ്റ്സ് വെൽക്കം. ഇതെന്ന് വെച്ചാല് ഞാൻ വിചാരിച്ച അത്ര വൈബ് ഒന്നും ഇല്ലെന്നേ, പക്ഷെ കൂടെ കൂടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതാണോ കുരുത്തം കെട്ടവൻ? കുരുത്തം കെട്ടവൻ അതാണോ? അതാരാ? സോ ലെറ്റ്സ് വെൽക്കം കണ്ണൂരിൽ നിന്നും ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. ഹലോ ഗൈസ്. അടിപൊളി വേഷാണല്ലോ. എന്താ സ്റ്റൈല് കാണാൻ? മാച്ചിങ് ആണല്ലോ. പൈസ അത് ശരി. പൈസക്കായിരുന്നതൊക്കെ ഇതൊക്കെ ഇങ്ങനെ പബ്ലിക് വെച്ചാലേ എന്നെക്കാട്ടി ഒരു വായാടിയായ ഒരാളെ എനക്ക് ഡ്യുവറ്റിന് കിട്ടിയത്. അത് ശരി. അപ്പൊ ഞാനൊരു ബെറ്റ് വെച്ചതാ. മീനുട്ടി ചേച്ചീനെ പുറത്താക്കിയിട്ട് എന്നാണ് എന്നെ വെൽക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബെറ്റ് വെച്ച 100 രൂപ കൊടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അത് പുറത്തുനിന്ന് കൊടുക്കും. കമ്മീഷന്റെ ആളാണല്ലേ ജുവൽ മേരി. ഒറിജിനൽ മീനുട്ടി മീനുട്ടി ഇപ്പൊ വന്നിട്ട് വല്ല കാര്യമുണ്ട്? ഇതുവരെല്ലാം മനഃപൂർവ്വം പറഞ്ഞു വിട്ടിട്ട് ആരാ രണ്ടുപേരും ഇവിടേക്ക് വിളിച്ചത്? ഞാനായിരുന്നു മീനൂട്ടിക്ക് പകരമുള്ള മീനൂട്ടി. എത്ര രൂപ ബെറ്റ് വെച്ചു? 100 രൂപ. ജുവലിനെ ആക്കിയാലോ?
I'll be very happy. I'll be very happy. വെരി വെരി ഹാപ്പി അല്ലേ? നമുക്ക് ഹാപ്പി അല്ലേ? Very, very. അതെ ക്യാപ്റ്റൻ ഹാപ്പി അല്ലേ മധു? അതെ അതെ തീർച്ചയായിട്ടും. എന്നെ ഇത് പാട്ട് കഴിഞ്ഞിട്ട് പോകണ്ട, ജുവൽ കുട്ടി ഇവിടെ നിൽക്കും. Yes, yes, yes. Of course, of ഓ, course. ജുവലിന്റെ ശരിക്കും സന്തോഷം കണ്ടോ? മീനുട്ടിയുടെ ജോലി കളഞ്ഞോണ്ടിരിക്കുകയാണ് അവര്. ഇവിടെ മീനുട്ടി ഇല്ലെങ്കിലും മാറ്റണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അവരുടെ ഉദ്ദേശം എന്താണെന്നറിയോ? എന്താ? ഇവിടെ മീനുട്ടി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇവരെ നോക്കിക്കോളാം. ആണോ? ചെയ്തോളാം. അങ്ങനെ ഉണ്ടോ ജുവൽ കുട്ട? ജീവൽ കുട്ടി നല്ലൊരു ആങ്കർ ആയിട്ട് വരുന്ന എനിക്ക് തോന്നുന്നുണ്ട് ലക്ഷണം കണ്ടിട്ട്. നീ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ I'll be ആലോചിക്കാം. very happy to come back. Really? Really? ഓ ഹേ കണ്ടാ അപ്പൊ റിയൽ ഏതാണ് പാട്ട്? ഒന്നാം രാഗം പാടി. ആ സിനിമ തൂവാനത്തുമ്പികൾ. വർഷം 1987. മ്യൂസിക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാർ. ലിറിക്സ് ശ്രീകുമാരൻ തമ്പി സർ. പാടിയത് ജി വേണുഗോപാൽ സാറും. ചിത്രാമേ. ഇങ്ങനെ നിങ്ങൾ മാറി മാറി പറയണമെന്ന് തീരുമാനിച്ചു അടിപൊളി. വന്നതാണല്ലേ? Well planned. യെസ് വെരി വെൽ. അത് കൊള്ളാം, കോസ്റ്റ്യൂം കണ്ടാൽ തന്നെ പറയില്ലേ, അതെ, അതെ, ഒരുപോലെ അതെ. നല്ല പ്ലാൻ ഈ ചെയ്തിട്ടേക്കുന്നു. കോസ്റ്റ്യൂം എന്റെ സ്കൂളിലത്തെ സംസ്കൃതം ടീച്ചറായ ഷീജ ടീച്ചർ വാങ്ങിച്ചു. ആണോ? ആ സംസ്കൃതം പഠിക്കുന്നുണ്ടോ? ആ. ആണോ? മധുവെങ്കിലും പഠിച്ചിട്ടുണ്ട്. കൊള്ളാം. അപ്പൊ നമുക്ക് തുടങ്ങാം. Yes. തുടങ്ങാം. റെഡി? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best രണ്ടുപേർക്കും. Thank you. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുമ്പിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമാം ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമാം ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. ഈ പ്രദക്ഷിണ വീഥികൾ ഇടറി വിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. ഈ പ്രദക്ഷിണ വീഥികൾ ഇടറി വിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. കണ്ണുകളാൽ അർച്ചന മൗന
വെരി ഗുഡ്. കലക്കി. മിസ്റ്റർ ജഗത് ആൻഡ് മിസ് ജ്വൽ, യെസ്. എന്തൊരു മാച്ചിങ് ആണ് നിങ്ങൾ പാടുമ്പോഴും. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കോംപ്ലിമെന്റ് ചെയ്ത് നല്ല രസമായിട്ട് പാടി, താങ്ക് യു സാർ. നല്ല എൻജോയ് ചെയ്ത് പാടി. ആ എൻജോയ്മെന്റ് കാരണം കൂടി ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അല്ലേ? സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക് എക്സ്പിയാലിഡോഷ്യസ്. ജഗത് കുട്ട, ജ്വൽ കുട്ടി, എന്തോ എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു നിങ്ങൾ രണ്ടുപേരും പാടിയത് താങ്ക് യു സാർ. കേട്ടോ. ഈ പാട്ട് കേട്ടപ്പോൾ ഒരു മനസ്സിലൊരു നൊസ്റ്റാൾജിയ ഒക്കെ ഉണ്ടായി. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഏറ്റവും ആദ്യത്തെ ഹമ്മിങ്ങിന്റെ അവസാനം എല്ലാം നന്നായി, അവസാനം ഒരു ചെറിയ പക്ഷെ അത് പാട്ടിനെ ബാധിച്ചില്ല കേട്ടോ. ഓക്കെ സാർ. അത് കഴിഞ്ഞിട്ടാ വന്നത് ഏറ്റവും അവസാനം. പിന്നെ രണ്ടുപേരും മത്സരിച്ച് പാടി കേട്ടോ. മത്സരിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ഒരു എൻജോയ് ചെയ്തുള്ളൊരു മത്സരം, ഹെൽത്തി മത്സരം. ഹെൽത്തി മത്സരം. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു തേടുവതും രാഗമ പാടുവതും ജ്വൽ കുട്ടിയുടെ ആ രാഗമ കുറച്ചൊന്ന് ഫ്ലാറ്റായി. ജഗത് കുട്ടന്റെ ഹമ്മിങ് പാടിയതൊക്കെ നന്നായിരുന്നു, പക്ഷെ ഒരു 2-3 ബ്രേക്ക് അതിലുണ്ടായി, ശ്വാസം കിട്ടാതെ. ഞാൻ നോക്കുമ്പോ നമ്മുടെ ജഗത് കുട്ടൻ ആ ശ്വാസം കറക്റ്റായിട്ട് അകത്തേക്ക് എടുക്കുന്നില്ല, കറക്റ്റായിട്ട് ബ്രത്ത് ചെയ്യാൻ അറിയില്ല. ഇത് ട്രിപ്പിൾ ചങ്ങന. എന്റെ അമ്മേ, മധുനോടാണോടാണോടാ കളി. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, മത്സരിച്ച് പ്രാക്ടീസ് ചെയ്യണം നിങ്ങളുടെ കൂടെ ഉള്ള കൂട്ടുകാരുടെ ഒപ്പം. ഓക്കെ സാർ. പിന്നെ അതുകൂടാണ്ട് ജ്വൽ കുട്ടിയുടെ ഇന്ന് കണ്ട നീയാരോ അത് കുറച്ച് ശ്രുതി. ഓക്കെ. പിന്നെ ജഗത്തിന്റെ മൗനങ്ങളാൽ അത് അതും കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് മൈന്യൂട്ടായിട്ട് ഫ്ലാറ്റ് ആയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പാടിയതെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പറായിട്ട് പാടി രണ്ടുപേരും. താങ്ക് യു സാർ. ക്യൂട്ട് കോംബോ ആണ് നിങ്ങള്. ഓക്കെ. രണ്ടുപേരും വായാടികളാണ്. ഇതിലിപ്പോ ആരാ വികൃതി? ആണോ? എന്നെ ഒന്നും ആരും കടത്തി വെട്ടാൻ കാണുമെന്ന് ഞാനെങ്ങും പ്രതീക്ഷിച്ചതല്ല. തോറ്റുപോയില്ലേ ജഗത്തിന്റെ മുമ്പിൽ? ഓ അത് ശരി. ഇനിയും ഇതുപോലുള്ള പ്രകടനങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഭയങ്കര ഫ്രഷ് ആണ് കാണാൻ വേണ്ടി രണ്ടുപേരും. ആ സെലക്ട് ചെയ്ത പാട്ടും അതുപോലത്തെ ഒരു പാട്ട്. ജഗത് ആൻഡ് ജ്വൽ, താങ്ക് യു സോ മച്ച് ഫോർ ബ്രിങ്ങിങ് ദിസ് ബ്യൂട്ടിഫുൾ സോങ്. അത് മാത്രമല്ല നല്ല അടിപൊളിയായിട്ട് പാടി രണ്ടുപേരും. ഭയങ്കര ഫ്രഷ് ആയിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് പാടിയത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഞാനും ഭയങ്കര എൻജോയ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഭയങ്കര രസമായിരുന്നു. എനിക്ക് ആ ജുവലിന്റെ ആ അകാരം പാടിയ ആ മൊമെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഐ വാസന്റ് എക്സ്പെക്ടിങ്, സത്യം പറഞ്ഞാൽ. അത്രയും ബ്രെത്ത് കൺട്രോൾ ഉണ്ടെങ്കിലേ അത് ഈ ഒരു ഏജിൽ ഇങ്ങനെ പാടി ഒപ്പിക്കാൻ പറ്റൂ. ഐ ഫെൽറ്റ് ഓ വാവ് എന്നായിരിക്കും. ഭയങ്കര ഹാപ്പിയായി ഞാൻ. ജഗത് കുട്ട, അമേസിംഗ് ജോബ്. എനിക്ക് ആദ്യത്തെ അകാരമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനുപല്ലവി പാടിയത് ഇഷ്ടപ്പെട്ടു. ജ്വൽ കുട്ടന്റെ പിന്നെ രാഗം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ചെറിയൊരു ഇത് ശ്രദ്ധിച്ചു. പിന്നെ ജഗത് കുട്ട എനിക്ക് തോന്നിയത്, ജഗത് കുട്ട മൊത്തത്തിലൊന്ന് സ്ട്രെസ്ഡ് ആയിട്ട് തോന്നിയേ. പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത പ്രാവശ്യം പൊളിക്കണം. ബോത്ത് ഓഫ് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മക്കളെ, ഈ പാട്ട് സെലക്ഷനാണ് അങ്കിള് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അതെന്താ വെച്ചാൽ എൻ്റെ ഗുരുനാഥൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ സംഗീതമാണ് ഈ പാട്ട്. അനശ്വരമായിട്ടുള്ള ഒരു പാട്ടാണ്. അദ്ദേഹമായിട്ട് കഴിഞ്ഞ ദിവസം ഒന്നിച്ച് കാണാനും അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് നേരം ചിലവഴിക്കാനും ഒക്കെ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ മാർത്തോമ കോളേജിൽ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെച്ച് തന്നെ അദ്ദേഹത്തിനൊരു ആദരമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്നുള്ള രീതിയിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് അവിടെ പങ്കെടുത്തത്. സാറിനൊരു വലിയൊരു നമസ്കാരം. ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് കാരണം ആയിട്ടുള്ള ആൾക്കാരിൽ ഏറ്റവും മുൻപന്തിയിൽ അദ്ദേഹമാണ്. അപ്പോൾ അങ്ങനെയാണല്ലോ ഗുരു എന്ന് പറയുന്നത്, അല്ലേ? ഈ പാട്ട് വൺ ഓഫ് മൈ ഫേവറിറ്റ്സ് ആണ്. പ്രത്യേകിച്ചും ഈ രാഗത്തിന്റെ പുതുധ്വനികളാണ്, അതുവരെ കേൾക്കാത്ത. അതെ അതെ. ഇപ്പോഴും ഇതിന്റെ പല ധ്വനികളും പിന്നെ പല പാട്ടുകളും രീതികളിലും വന്നിട്ടുണ്ടെങ്കിലും കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു കോമ്പോസിഷനാണ് ഇത്. അത് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് സാറിന്റെ ജീനിയസ് കൊണ്ടാണ് അങ്ങനെ സാധിക്കണേ. അപ്പോ നമ്മുടെ ജഗത് കുട്ട, ഫസ്റ്റ് പല്ലവിയില്ലേ, നീ അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സാർ. ഓരോ എക്സ്പ്രഷൻസും ഡിഫൈൻ ചെയ്താണ് അവൻ പാടിയിരിക്കുന്നത്. അത് സൂപ്പറാണ് കേട്ടോ. താങ്ക് യു സാർ. ആ, പിന്നെ ഒരൊറ്റ ശ്വാസത്തിൽ അങ്ങ് വലിച്ചു കയറ്റില്ലേ ഹാമിങ്ങിനെ നമ്മുടെ ജ്വൽ കുട്ടി. അത് സൂപ്പറായിരുന്നു. താങ്ക് യു സാർ. മധു, പണ്ട് ഈ മാറിവേനസ് കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രിക്കാണ്. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ എബ്രഹാം ജോസഫ് സാർ ഉണ്ട്. അദ്ദേഹം വേണുചേട്ടന്റെ ജി വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. ഓക്കെ.
അപ്പോ ഇങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുമ്പോഴത്തേക്കും ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീനിന്റെ മുമ്പിലാണ് ഈ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഉടനെ എബ്രഹാം ജോസഫ് സാർ വിളിക്കും, ജയേന്ദ്രൻ. അപ്പൊ ഉടനെ ഞാനിങ്ങനെ ഓടി അദ്ദേഹത്തിന്റെ അടുത്ത് വരും. ആ 1-ാം രാഗം പാടി അതിന്റെ ഹമ്മിങ് ഒരൊറ്റ ശ്വാസത്തിൽ പാടാൻ പറ്റുമോ? ഞാനിങ്ങനെ പലപ്പോഴും ശ്രമിച്ചു നോക്കും, പറ്റൂല. അത് വേണുവിനെ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് സാറില്ല, എബ്രഹാം ജോസഫ് സാറ് പോയി. അപ്പൊ അദ്ദേഹത്തെയും ഓർക്കുന്നു. വേണിച്ചേട്ടനും ഒരു നമസ്കാരം ഉണ്ട് കേട്ടോ. അതുപോലെ ശ്രീകുമാരൻ നമ്പി സാർ, ഗ്രേറ്റ്. അപ്പൊ ആദ്യം തുടങ്ങിയ ഹമ്മിങ് ഇല്ലേ, അതിലെ ഫസ്റ്റ് ഫ്രേസ് ഇല്ലേ, അത് ഒന്നുകൂടെ ഒന്ന് പാടി കേൾപ്പിക്കാമോ? നിസഗമനി അങ്ങനെയാണ്. അതില് ഒരു സ്വരം എന്തോ എക്സ്ട്രാ ആയിട്ട് സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത് അതിനകത്ത് പാടിയത് പോലെ തോന്നിയിട്ടുണ്ട്. അത് വേണ്ട. പിന്നെ പിന്നെ അത് മേളിലേക്ക് പോണ്ട. അതാണ് വെരി എൻഡില്, ആ ഹമ്മിങ്ങിന്റെ എൻഡില്ലേ, അത് നല്ല ബ്രത്ത് എടുത്തിട്ടൊന്ന് നിർത്തിയേ. അതന്നെ. എന്നിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, അവിടെ തുടങ്ങിക്കൊള്ളണം. അത് കൊള്ളാം. എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു, അതാരാ പാടിയ? അവിടെ കുറച്ചൊരു ഫ്ലാറ്റായ പോലെ തോന്നുന്നു. ആ കണ്ണുകളാൽ അവിടെ എത്തിയോ? ഫ്ലാറ്റാണ്. അത് തന്നെ ജുവലിനും പാടിയപ്പോഴത്തേക്കും അതും കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് വന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടേ. ഇതിപ്പോ പറയുമ്പോഴത്തേക്കും ഈ അങ്കിള് കുറ്റം മാത്രം കണ്ടുപിടിച്ച് പറയാണോ എന്ന് വിചാരിക്കല്ലേ മക്കളെ? ഇല്ലട്ടോ, അങ്ങനെയുള്ള സംഭവമേ ഇല്ലട്ടോ. നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ രണ്ടുപേരും കൂടെ തകർത്തു. ആ സ്പെഷ്യൽ മെൻഷൻ, രണ്ടുപേരും 2 ഇന്റർവ്യൂകളിലും വയലിൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾ 1-ാം കാലത്തിൽ വായിക്കുമ്പോൾ മറ്റേ 2-ാം കാലത്തിൽ ഇങ്ങനെയാണ് വായിച്ചോണ്ടിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മാർക്കിലേക്ക് കടക്കാം. അപ്പൊ ജഗത് കുട്ട, ജുവൽ കുട്ടി, എന്തൊരു മാച്ച്? അത് ശരിയല്ലേ? ജെ 2 മാച്ച്, ഡ്രസ്സും മാച്ച്. അതുകൊണ്ട് ഇന്നത്തെ മാർക്കും മാച്ച് 96.5 out of 100. മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് നമുക്ക് മാച്ചിങ് മാർക്സ് ഒക്കെ കിട്ടി. അടുത്ത ദിവസം കാണാം. ബൈ 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 ഗൈസ്, ഗുഡ് നൈറ്റ്. മധുമകൾ ഇനി വരാൻ പോകുന്ന ഒരു ലിറ്റിൽ ഏഞ്ചൽ ആണേ. ലിറ്റിൽ ഏഞ്ചൽ മധുമകൾ സെലക്ഷനെ കണ്ടിട്ടുള്ളൂ, പാട്ട് ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഞങ്ങൾ ഒറ്റ പ്രാവശ്യം പാട്ട് കണ്ടു കേട്ടോ. കണ്ടു, ആ ഒരു എഫക്ട് ഞങ്ങൾക്ക് മാറോ? അതെ, ഇവിടെ റാംബോക്ക് ഉണ്ടായിരുന്നു, പലതരം കലാപരിപാടികൾ. പേടിക്കണ്ട, മധുമകളിന് വേണ്ടിട്ട് എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കില്ല. അതെ, മധുവിന് നിറച്ച് കിട്ടാനിരിക്കുന്നു, ഇരിക്കുന്നതേ ഉള്ളൂ. അതെ, ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ് വരാൻ പോകുന്നത്. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ടെസക്കുട്ടിയത്താണ്. സോ ലെറ്റ്സ് വെൽക്കം ടെസ ഓൺ സ്റ്റേജ്. ഹായ്. തലയിലേക്ക് മുത്തു കൊടുത്തിട്ടിരിക്കുകയാണോ? നോക്കട്ടെ. മുടിയിൽ കുറത്തതല്ല അല്ലേ? ചില മുടി ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ചില മുടി ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഓക്കെ. അത് ചേച്ചി എന്തുണ്ട് വിശേഷം? എനിക്ക് സുഖമാടാ. കുഞ്ഞിന് സുഖാണോ? പാലായിലോട്ട് വന്നില്ലായിരുന്നു, ഫുഡ് കൂപ്പൺ എടുത്ത് വന്നായിരുന്നു. ചേച്ചി പരസ്യം ചെയ്ത കണ്ടില്ലായിരുന്നോ? കണ്ടായിരുന്നോ? ഫുഡ് കൂപ്പണോ? ഞങ്ങളുടെ പാലയിൽ ഫുഡ് ഫെസ്റ്റ് നടക്കാണ് കേട്ടോ. അല്ല, ഉദ്ഘാടനം അല്ല. ഞാൻ അവിടെ അടുത്തുള്ള ആളാ. മധുവങ്കിളില്ലേ, ഇന്നാള് വന്നില്ലായിരുന്നല്ലോ എന്റെ പാട്ട് കേൾക്കാൻ. അതുകൊണ്ട് ഞാൻ ഇന്നൊരു പണിഷ്മെന്റ് തരും പാട്ട് കഴിഞ്ഞിട്ട്. പാട്ട് കേൾക്കാൻ വരാത്തോണ്ടുള്ള പണിഷ്മെന്റ് എം ജെ അങ്കിള്, ഈ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ ഉടനെ കൊറേ കമന്റ്സിൽ കാണുക എന്നെ പച്ചക്കാന്തേരി എന്നൊക്കെയാ വിളിച്ചേക്കുന്നത്. അതിലും നല്ല എം ജെ അങ്കിള് പേരിട്ടത് തക്കാളി എന്ന് പേരിട്ടായിരുന്നു. അതുകൊണ്ട് എം ജെ അങ്കിളിനോട് ഞാൻ ഫ്രണ്ടാ. പച്ചക്കാന്താരി വിളിച്ച ആൾക്കാരോടൊക്കെ ആ കമ്മിറ്റിയിലെ ആൾക്കാരോട് കൂട്ടില്ല. തൊട്ട് എല്ലാവരും തക്കാളി എന്ന് വിളിക്കണം കേട്ടോ. അല്ലേ? തക്കാളി. കഴിഞ്ഞ ദിവസം എന്നെ അഭിനയൊക്കെ പഠിപ്പിച്ചു. എങ്ങനെയാണ് കരയണത്, എങ്ങനെയായിരുന്നു എല്ലാം പഠിപ്പിക്കണം. എല്ലാം പഠിപ്പിക്കണം. ഓക്കെ, ഇങ്ങോട്ട് നോക്കിക്കേ. നോക്കിയേ.
ഇങ്ങനെ പോകാൻ മധുവങ്ങൾ. താടി ഇച്ചിരി കൂടെ ആക്കണം, എന്നിട്ട് കൈയും കൂടെ വെക്കണം. എങ്ങനെയോ മധുവങ്ങൾ എന്തൊരു ഒറിജിനൽ തുടക്കിയേ. എന്നിട്ട് കറക്റ്റാ? ആണോ? ഒച്ച വേണ്ടേ? ആ സൗണ്ടും കൂടെ വേണം. സൗണ്ട് എങ്ങനെയാ? MG അങ്കിള് നേരത്തെ ഉണ്ടാക്കിയ സൗണ്ട് തന്നെ. നല്ല ഒറിജിനാലിറ്റി. മതി മതി. മതിയോ? പാവം. ആ ഇനി ദേഷ്യം. ദേഷ്യം. ഒരാളിലോട് ദേഷ്യം കാണിക്കുന്ന പോലെ ആ, എങ്ങനെ? സൗണ്ട് ഉണ്ടാക്കണേ. Correct ഇത്. കഴിഞ്ഞ ഉടനെ മധുവങ്ങളുടെ കാർട്ടൂണിലേക്ക് വിളിക്കുന്നു. ഇനിയോ? ഇനി ചിരിക്കാന്. ചിരിക്കാൻ നമുക്കറിയാം. അതും എനിക്കറിയാലോ. ചിരിച്ചോണ്ടിരിക്കല്ലേ? പൊട്ടിച്ചിരിക്കാനറിയോ? പൊട്ടിച്ചിരിക്കാൻ പിന്നെ കാണിച്ചേ. എന്താ പേടിച്ചു പോയോ? എന്നിങ്ങനെ ചിരിക്കാൻ രസക്കുട്ടി കാണിച്ചു കൊടുക്ക. അങ്ങനെ മതിയാ? രസക്കുട്ടി ഒന്ന് കാണിച്ചു കൊടുക്ക. ഇനിയാ? കൊരങ്ങന്റെ സൗണ്ട്. വിളിച്ചു അപമാനിക്കുന്നു. ആണ് കുറങ്ങനെ ശബ്ദം. മധുവങ്ങൾ അതൊക്കെ അറിയാം. ഞാനൊരു കാര്യം പറയട്ടെ. കുതിരയുടെ ശബ്ദം കേൾക്കണോ? കേൾപ്പിക്ക്. കുതിരയുടെ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ദിവസേ ജീവ മാത്രേ എന്റെ അനിയൻ മാത്രേ ബിരിയാണി കഴിക്കാൻ പോയേ. അവിടെ നിന്ന് മിയാവ് മിയാവ് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കി. ഹോട്ടലിന്റെ അടുത്തിരിക്കുന്ന ആള് പൂച്ച ഇവിടെ ഉണ്ടല്ലോ എന്ന് അവിടെ ഒക്കെ തപ്പുക. ആണല്ലേ? ജീവയുടെ സൗണ്ട് റിയലിസ്റ്റിക്കാ. നാണം കണ്ടില്ലേ? പൂച്ചയുടെ ശബ്ദം കേൾക്കട്ടെ. ഇങ്ങോട്ട് വാ. നമ്മള് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പൂച്ചയെ കാണാൻ പോന്നേ. കേട്ടാ നമുക്ക് ഇതാണ് റിയലിസ്റ്റിക് പൂച്ച. അതെ ഇത് റിയലിസ്റ്റിക്. അത് മധുവങ്ങളുടെ ഒരു കൈയടി കൊടുത്ത റിയലിസ്റ്റിക് പൂച്ച. അതെ. താങ്ക് യു റിയലിസ്റ്റിക് പൂച്ച. താങ്ക് യു സോ മച്ച്. ഞാൻ പോവാണെന്ന്. ഇന്നിപ്പോ ഏത് പാട്ടാണ്? കിലുക്കാമ്പിട്ടി. ആ അതൊക്കെ ഇരിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം എന്നെ കളിപ്പിച്ചില്ലേ? ടെസ ബേബി എന്നെ പറ്റിച്ചു. എന്റെ അടുത്ത് പറഞ്ഞു ജയറാം അങ്കിളിനെ പരിചയപ്പെടുത്തി തരാം. ആ അമ്മയില്ലേ എന്നോട് പറഞ്ഞു എന്തോ ജയറാമങ്ങളുടെ നമ്പർ കൊടുക്കാവോന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു ആ കൊടുക്കാന്ന്. പക്ഷേ MG അങ്കിളുടെ നമ്പർ വേണം. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് വിളിച്ചു തന്നാ മതി. ആ ഫോണെ വിളിച്ചു കൊടുത്താ മതിയെന്ന്. അതൊക്കെ ആണോ? ആ ഓക്കെ ഓക്കെ. അപ്പൊ ഈ പാട്ട് തീരുമ്പോഴത്തേക്കും അമ്മയുടെ ജയറാം അങ്കിളിനെ വിളിച്ചിട്ട് എനിക്ക് തരാൻ പറയണേ. സെറ്റ്. ഓക്കെ ഓക്കെ സെറ്റ്. അപ്പൊ പാട്ടിന്റെ ഡീറ്റെയിൽസ്. ശ്യാമങ്കിള് മ്യൂസിക്, പിന്നെ ലിറിക്കിസ്റ്റ് ചൂനക്കര രാമൻകുട്ടി സാർ. പാടിയത് P. ജയചന്ദ്രൻ സാറും പിന്നെ ജാനകി അമ്മയും. സിനിമയുടെ പേര് കൂട്ടിനിലങ്കിളി. എന്നെ കാണാൻ വല്ല ഡിഫറൻസ് ഉണ്ടോ? തക്കാളി പോയോ? പക്ഷെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതാണ് ഡിഫറൻസ്. അതെങ്ങനെ പോയെന്ന് ഞാൻ പറയട്ടെ. അച്ഛനമ്മേൻ പല്ലു ഡോക്ടർമാരാണല്ലേ? അല്ല അതെ പല്ലു ഡോക്ടർമാരാണ്. പക്ഷേ ഇതെങ്ങനെയാ പോയത്? കറക്റ്റ്. അത് എന്റെ എപ്പിസോഡ് കഴിഞ്ഞ ഉടനെ ഒരു ചേച്ചി എനിക്ക് സാധനം മേടിച്ചു തന്നു. അത് പെണ്ണുങ്ങളുടെ സാധനമായിരുന്നു. എന്തെന്ന്? ക്ലിപ്പുകളൊക്കെ. അതെടുത്ത് ജീവ കണ്ടാണി വന്നിട്ട് ഇങ്ങനെ കുത്തിവെച്ചു. എന്നിട്ട് ഞാൻ ആ ക്ലിപ്പ് എടുത്ത് ഞാൻ വലിച്ചു. എന്നിട്ട് അങ്ങോട്ട് വലിച്ചു. അങ്ങനെ വലിച്ച് അങ്ങോട്ടെന്തി. എന്നിട്ട് ഇങ്ങോട്ടുണ്ട്. എന്നിട്ട് ജീവന്റെ ഇവിടെ ഇരിച്ചു. ചെറുതായിട്ട് ഇളകി. എന്നിട്ട് ഞാൻ നെഗാന്ന് വിളിച്ച അപ്പൊ പല്ല് പൊട്ടി. അത് ശരി, കൊള്ളാലോ. ഞാനൊരു കാര്യം പറയട്ടെ. ജീവ എങ്ങനെ ഇവിടെ വന്നേന്നറിയാവോ? എങ്ങനെ ഇവിടെ വന്നേ? ഞാന് അവിടെ ക്യൂയിൽ ഉണ്ടായിരുന്നു. ക്യൂയില് ആകാശത്ത് അവിടെ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് വിട്ടെ. മര്യാദക്ക് വിട്ടത്.
എങ്ങനെയാ ചെയ്തേന്നറിയാവോ? അവിടെ കീഴൂന്ന് ലൈനൊക്കെ തെറ്റിച്ച് അവിടെ എടുത്ത് ചാടി ഇങ്ങോട്ട് വന്നതാ. അങ്ങനെ വന്നാണല്ലേ? അവിടെ തൊട്ടേ കുരുത്തക്കേട് കാണിച്ച് ഇങ്ങോട്ട് എടുത്ത് ചാടി വന്നതാ. പെട്ടെന്ന് ഞങ്ങൾ പിടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന, അത് താഴെ വിട്ടു. എന്നിട്ട് പെട്ടെന്ന് ആ വീടൊക്കെ പൊട്ടി. വീട് പൊളിച്ച് വന്നതാണ്. അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു. നീ മിന്നൽ മുരളി അല്ലേ? അറിയാം നിന്നെ. അവന്റെ ചിരി കണ്ടോ? പാടാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. കിലുക്കാമ്പെട്ടി എന്റെ കിലുക്കാമ്പെട്ടി, കിലു 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 കിലേ മുത്ത് കിലുക്കം. കിലുക്കാമ്പെട്ടി എന്റെ കിലുക്കാമ്പെട്ടി, കിലു 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 കിലേ മുത്ത് കിലുക്കം. വെളു 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 വെളേ പൊട്ടിച്ചിരിക്കും. കിലുക്കാമ്പെട്ടി എന്റെ കിലുക്കാമ്പെട്ടി, കിലു 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 കിലേ മുത്ത് കിലുക്കം. വെരി നൈസ്. എത്ര കടങ്കഥ ചോദിച്ചു ഈ പാട്ടി കൂടെ? 6. 6 ഉണ്ടല്ലേ? യെസ്. 7ാമത്തെ പറയട്ടെ. ഏതാ? മോൻ കണ്ട തക്കാളി പോലെ ഇരിക്കും. അതാരാ? അതെ. അതെ. തക്കാളി നന്നായിട്ട് പാടിയോ? അവിടെ ഒരു സംശയം ഉണ്ടല്ലോ. പാടി മൂഡ് ഔട്ട് ആയതുകൊണ്ട് തോന്നുന്നതാണ്. വിളക്ക് വിളക്കെന്ന് പറഞ്ഞ പോലെ. പണിഷ്മെന്റ് ചോദിക്കട്ടെ? അതിനാണ് വെയിറ്റിംഗ്. ചോദിച്ചോ. നാക്കുളുക്കി ചോദ്യങ്ങൾ. ടങ് ട്വിസ്റ്റർ. മലയാളത്തിൽ പറഞ്ഞ. മലയാളത്തിൽ ടങ് ട്വിസ്റ്റർ. ഇംഗ്ലീഷിൽ നാക്കുളുക്കി ചോദ്യങ്ങൾ. കേശവ, നിനക്ക് ദോശ തിന്നാൻ ആശയാണെങ്കിൽ ആശാന്റെ മേച്ചപ്പുറത്ത് ഇരിക്കുന്ന 4 കശെടുത്ത് ദോശ ഇന്നതാ കേശവ. ആശാന്റെ മേച്ചപ്പുറത്ത് ഇരിക്കുന്ന 4 കാശെടുത്ത് ദോശ ഇന്നതാ കേശവ. ഫസ്റ്റ് പറ.
കറക്റ്റ് ആയിട്ട് ഇത് പറയുന്നവര്. അവിടെ ഇരിക്കും. അവിടെ ഇരിക്കണം. എന്നിട്ട് ആൻസർ തെറ്റായിട്ട് പറയുന്നവര് എന്റെ കൂടെ വന്നിട്ട് ഡാൻസ് കളിക്കും. അതുകൊണ്ട് എങ്ങനെയും കറക്റ്റ് ആക്കുന്നതാണെന്ന് എനിക്ക് കാല് വയ്യ മക്കളെ. മടി പിടിക്കണ്ട. കാല് വയ്യ. ചുമ്മാ പറയുക പ്രശസ്തനായി ഗായകൻ. പ്രശസ്തനായ ഗായകൻ എന്നോട് പറയുന്നു ചുമ്മാ. വേറൊരു കുട്ടി ലിറ്റിൽ ഏഞ്ചൽ ഡാൻസ് കളിച്ചു. പറഞ്ഞു തെറ്റിയാലേ ഉള്ളൂ. തെറ്റിയാലേ കേശവ നിനക്ക് ദോശയാണെന്ന് ആശയുണ്ടെങ്കിൽ ആശാന്റെ മേശപ്പുറത്തുള്ള 4 കാശ് എടുത്ത് ദോശ എന്നടാ കേശവ. മേശ കൊണ്ടല്ല, മേശ തുറന്ന് അവിടെ തെറ്റി. ആശാന്റെ മേശപ്പുറത്തിരിക്കുന്ന മേശപ്പുറത്തിരിക്കുന്നാണോ? മേശ തുറന്നല്ലേ? നീ റൗണ്ടില്ല. പറഞ്ഞില്ലടാ. നീ പറ. കേശവ നിനക്ക് ദോശയാണെന്ന് ആശയുണ്ടെങ്കിൽ ആശാന്റെ മേശപ്പുറത്തിരിക്കുന്ന 4 കാശെടുത്ത് കേശവ നിനക്ക് ദോശ തിന്നാൻ ആശയുണ്ടെങ്കിൽ ആശാന്റെ മേശപ്പുറത്തിരിക്കുന്ന 4 കാശെടുത്ത് ദോശ തിന്നട കേശവ. ഇതെന്റെ മോളാണ്. എനിക്കത് പറയാൻ എനിക്ക് വേണ്ടിയാണ് മീനുട്ടി പറഞ്ഞേട്ടാ. രമണൻ ഗോതയിലേക്ക് ഇറങ്ങുന്നു. ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കട്ടെ. ഒന്നുകൂടെ പറഞ്ഞു. കേശവ നിനക്ക് ദോശയാണെന്ന് ആശാണെങ്കിൽ ആശാന്റെ മേശപ്പുറത്തുനിന്ന് 4 കാശെടുത്ത് ദോശ തിന്നട കേശവ. മേശപ്പുറത്ത് ഇരിക്കുന്ന അതെന്താന്നറിയാമോ? ഈ മേശപ്പുറത്ത് ഇരിക്കുന്ന പൊതുവെ ഞങ്ങളുടെ അവിടെ എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് യൂസ് ചെയ്യാത്തോണ്ട് അത് അങ്ങനെ വരാത്തേന്ന് എനിക്ക് ഉള്ളതാ വരുന്നത്. ഇനി ആരും ചേച്ചി വേഗം പറ. കേശവ നിനക്ക് ദോശ തിന്നണം ആശയുണ്ടെങ്കിൽ ആശാന്റെ മേശപ്പുറത്തിരിക്കുന്ന 4 കാശെടുത്ത് ദോശ തിന്നട കേശവ. വടകര വളവിന് തിരിവിന് മുറിവിന് ഒരു എളുത്തെ 10 ലക്ഷം തുളങ്ങ. വടകര വളവിന് തിരിവിന് മുറിവിന് ഒരു ഉദളത്തെ 10-25 ഉദളങ്ങ. ഇതെന്താ അതിന്റെ അർത്ഥം? അത് വടകര വളവിന് വടകര വളവിന് തിരിവിന് മുറിവിന് ഒരു മരത്തില് ഉദളങ്ങ 25 ഉദളങ്ങ. വടകര വളവിന് തിരിവിന് മുറിവിന് ഒരു ഉദളത്തെ 10 ലക്ഷം തുളങ്ങ. അടുത്ത എപ്പിസോഡിൽ ഇതൊന്നും തിരിയൂല. ഒറ്റ പ്രാവശ്യം അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇത്രയും നാളും കൊറേ വർത്താനം പറഞ്ഞതോ. അങ്ങനെയല്ല, ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഉളുക്കി പോവും. അപ്പൊ MJ തോറ്റു. ഓക്കെ, അങ്ങനെ ഡാൻസ് കളിക്കാം. ഡാൻസ് കളിക്കാം. അത് സമ്മതിച്ചു. ആദ്യം രസക്കുട്ടി കളിക്കുക, എന്നിട്ട് MJ അങ്കിൾ. തങ്കമേ നിന്നെയൊരുക്കാൻ കൊതിക്കുന്നു പൊൻവയിൽ, വെങ്കലക്കാൽ തളച്ചാത്താൻ ഒരുങ്ങുന്നു താരകൾ. ഒട്ടുകുത്തടി കുടവ ചുറ്റടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ ചിക്ക ചിക്കാം. ഇതാണ് MJ അങ്കിൾ കളിക്കേണ്ടത്. ഞാനിത് കാണുമ്പോ മൊത്തം അതാ AI വെച്ചിട്ട് കളിപ്പിക്കേണ്ടി വരും. പാവമുണ്ട്, അതൊന്നും പറ്റില്ല. നമ്മള് പാവങ്ങളല്ലേ. അങ്ങനെയല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാരും വിളിച്ചേ. അങ്കിൾ അങ്ങോട്ട് വരും, അല്ല അച്ഛൻ അങ്ങോട്ട് വരും. എന്നിട്ട് ഇത് ഡാൻസ് കഴിഞ്ഞാൽ എന്നെ പെറുക്കി എടുത്തു. ചെറിയ സ്റ്റെപ്സ് ആയിരുന്നെങ്കിൽ. എവിടെ പഠിക്കണേ? ചേച്ചിയുടെ വെസ്റ്റേൺ ഡാൻസ് പഠിക്കുന്ന സാറില്ലേ, ആ സാർ ജിതിൻ ചേട്ടൻ. പുള്ളി കണ്ടാ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നാ പാലയിലോട്ട് വരണേ. ഒന്ന് കണ്ടോളാം. അപ്പൊ പാട്ട് കിടുവായിരുന്നേ. സൂപ്പർ ആയിരുന്നേ. കിൽക്കാൻ പറ്റിയായിരുന്നേ. ക്യാപ്റ്റൻ, തക്കാളി എങ്ങനെയുണ്ട്? തക്കാളി മിടുക്കിയാണ്. എനിക്ക് ഈ പാട്ടിന്റെ ഇടയിൽ ഈ ചിരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. എന്തൊരു എഫക്റ്റാന്നറിയോ ചിരിക്കുന്നത്. നമുക്കൊക്കെ ഇതൊക്കെയാണ് പഠിപ്പിച്ചു തരുന്നത് ടെസക്കുട്ടി. ഈ ചിരിക്കാൻ, ഈ പാട്ടിന്റെ ഇടയിൽ ഇങ്ങനെ കരയാനൊക്കെ അടിപൊളി ലെസൺസ് ആണ് അതെ തന്നോണ്ടിരിക്കുന്നത്. നമ്മൾ അവസാനം ചിരിച്ചത് ശ്രദ്ധിച്ചോ? കൊള്ളായിരുന്നോ? മധുങ്ങൾ ഇഷ്ടപ്പെട്ടോ പാട്ട്? പിന്നെ ടെസക്കുട്ടി കലക്കിയില്ലേ? പാട്ടും കലക്കി, ഡാൻസും കലക്കി, ആ നാക്കുളുക്കുന്ന ചോദ്യങ്ങളും കലക്കി. നാക്കുളുക്കി ചോദ്യങ്ങളുടെ അത് ആൻസറും കലക്കി. പിന്നെ എന്ത് ഡാൻസ് ആണത്! ഉഗ്രനായിട്ട് പാടി. ഈ അത് ജാനകിയമ്മയും ജയേട്ടനും ചേർന്ന് പറഞ്ഞല്ലേ? അതിൽ ഈ ചോദ്യവും ആൻസറും, അത് മാത്രല്ല ആ കറക്റ്റ് താളത്തിൽ അത്
പാടുന്നതും കറക്റ്റ് താളത്തിൽ ചിരിക്കുന്നതും. അയ്യോ ആ ചിരി എങ്ങനെയാണ് ചിരി? പിന്നെ ഒരു കഷ്ണം കൂടി ഇല്ലേ? ആ യെസ്. അല്ലേ അമ്മച്ചി എപ്പോഴും പറയും ഒരു പൊട്ടൻ ചേച്ചി ചിരിക്കുന്ന. ഓ പാവം അമ്മച്ചി. ഓരോരോ ഭാവ വ്യത്യാസങ്ങളെ. അത് ശരി, അത് കൊള്ളാലോ. കല്ലെറിഞ്ഞ പോലെ അതൊക്കെ പറ്റിയൊരു കമ്പനി അല്ലേ? മൾട്ടി ടാലന്റഡ് ആണല്ലേ. വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ പോരട്ടെ, ഒരു ലിറ്റിൽ ഏഞ്ചൽ മധുര മഴ. നിങ്ങൾ എല്ലാവർക്കും ഒരു മുട്ടായി വീതം തരാം. വേണ്ട മോളെ, അവർക്ക് അസുഖം വരും. കുഞ്ഞു കഴിച്ചോട്ടോ. വർണ്ണം വിതറിയ വാനിൽ തമ്മിൽ കലരാം. ആര്യ ചേച്ചി, ഇനി വരാൻ പോകുന്ന ആരാണെന്ന് അറിയാമോ? ആരാണ്? ഇവിടുത്തെ ഒരു കുട്ടുമണി കുട്ടനാണ് ഇവിടെ എത്താൻ പോകുന്നത്. അതെ, ഇപ്പൊ ആ പേരങ്ങ് സെറ്റായി പോയി. അവനെ കാണുമ്പോഴേ ആ പേര് ഓർമ്മ വരും. പാർത്ഥിവ് എന്നൊക്കെ നമ്മള് അങ്ങ് പിന്നെയും ചിന്തിച്ചാലേ ആ പേര്. അപ്പൊ നമുക്ക് വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ കുട്ടുമണി കുട്ടൻ പാർത്ഥിവ് ഓൺ സ്റ്റേജ്. എന്തോ ഒരു സൈലൻസ് കഴിഞ്ഞിട്ട് ഇവനെ വിളിച്ചാൽ മതിയായിരുന്നു. ഇത്രയും കേൾക്കാനുള്ളതല്ലേ. ഇനിയിപ്പോ നമുക്ക് കാത് കേട്ടിരിക്കാൻ പറ്റൂല. പക്ഷെ ഇന്ന് മുണ്ടൊക്കെ ഇവിടുത്തെ നേരെ പാട്ടിലോട്ട് കിടക്കാൻ പോവാ അല്ലേടാ? നമ്മുടെ കുട്ടുമണിക്കുട്ടൻ ഇപ്പൊ വലിയ പുള്ളിയാട്ടോ. അല്ല, വലിയ മണിക്കുട്ടൻ. കഴിഞ്ഞ ദിവസം അമ്മൂമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു പാട്ട് പാടിയില്ലേ? അത് ഭയങ്കര വൈറലല്ലേ? ഒരു രക്ഷയില്ല. ഏത് പാട്ടായിരുന്നു? ഇന്ന് ഏതാ റൗണ്ട്? ഏത് റൗണ്ടിലാ പെർഫോം ചെയ്യാൻ പോണേ? ഞാൻ മെലഡി റൗണ്ടില് അലയും കാറ്റിൻ ഹൃദയം. ഇന്ന് കുറച്ച് ചെവി കേട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. മെലഡി റൗണ്ട് ആയതുകൊണ്ടായിരിക്കും. പോരട്ടെ, ഡീറ്റെയിൽസ് പോരട്ടെ. മൂവി വാത്സല്യം, ഇയർ 1993. മ്യൂസിക് SP വെങ്കടേഷ് സാറ്, ലിറിക്സ് കൈതപ്രം തിരുമേനി, പാടിയത് KJ യേശുദാസ് അപ്പൂപ്പൻ. യെസ്. മൂവി ഡയറക്ടർ കൊച്ചിൻ ഹനീഫ അങ്കിൾ. ചുമയുണ്ടോ? ആ, ചെറിയൊരു ജലദോഷമുണ്ട്. എനിക്ക് തോന്നി ശബ്ദം ഇത്തിരി നേസലുണ്ട്. അതിന് മിണ്ടാണ്ടിരിക്കണ്ടേ ചുമ പറയാനായിട്ട്? ശബ്ദം പോണേന് മുന്നേ നമുക്ക് പാടാം. അധികം സംസാരം വേണ്ട. ഇത് ഭയങ്കര ബേസ് അല്ലേ ഈ പാട്ട്? അങ്ങനെയില്ല, ഒരു കട്ട കൂട്ടിയുണ്ട്. ഇങ്ങനെയല്ലേ? അലയും കാറ്റിൻ ഹൃദയം. എഫാക്കി കൂട്ടി നിന്റെ സൗകര്യത്തിന്. അല്ല, എനിക്ക് ഈല് പാടുമ്പോ നല്ല ബേസ്. അപ്പം സൗകര്യത്തിന് നമുക്ക് കംഫർട്ടബിൾ ആയ ശ്രുതിയിൽ പാടാം അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതാ നല്ലത്. അധികം സംസാരം വേണ്ട. പാടി കഴിഞ്ഞിട്ട് സംസാരിച്ചോ.
അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി പൂല പുടവത്തുമ്പിൽ പാടും കണ്ണീരൊപ്പി രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി. സൂപ്പർ സൂപ്പർ, വെരി നൈസ്, വെരി നൈസ്. കുട്ടുമണി, എന്തോ എനിക്ക് നിന്നോട് എന്താണോ അതാണ് ഈ സിനിമയുടെ പേര്. വാത്സല്യം. 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 അങ്ങനെ കടലോളം വാത്സല്യാണ് ഈ കുഞ്ഞിനടുത്ത് എനിക്കുള്ളത്. ഓക്കെ, എന്താണ് കാരണം? എന്താണ് കാരണം? അവനൊരു ഭയങ്കര ടാലന്റ് ആണ്. താങ്ക് യു സർ. ടാലന്റ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ടാലന്റിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ സിനിമയിലോട്ട് പാടിപ്പിക്കാൻ ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഉം. ഇവന്റെ ടാലന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണ്, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അത് നാളത്തെ കാലത്ത് കൂടുതൽ 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 അവൻ അറിയപ്പെടും തോറും, അവൻ കൂടുതൽ കൂടുതൽ സംഗീതത്തിൽ ആഴും തോറും അവന് അത് മനസ്സിലാവും, മറ്റുള്ളവർക്കും അത് മനസ്സിലാവും. അതിനെപ്പറ്റി ഒരു സംശയമില്ല. ഓക്കെ. ഇപ്പോൾ ഈ പാട്ട് യേശുദാസ് സാറ് അത്രയും ഡിഗ്രി ഓഫ് മെച്യൂരിറ്റിയിൽ പാടിയിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ഒരു കുഞ്ഞിന് കൺസീവ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ അതെ അതെ അത്ഭുതമാണെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അപ്പൊ അതിനകത്ത് മൈക്രോ അനാലിസിസ് വലിയ കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്. അവനത് കൺസീവ് ചെയ്യാൻ പറ്റി എന്നുള്ളതിന് വലിയൊരു കൈയടി തന്നെ കൊടുക്കേണ്ടത്. താങ്ക് യു സർ. ആ ബേസ് നോട്ട്സ് തന്നെ അവന്റെ ശബ്ദത്തിനും അവന്റെ പ്രായത്തിനും പറ്റിയതല്ല. അപ്പോ അലയും കാറ്റിൻ ഹൃദയം അല്ലേ? ആ വെരി ബിഗിനിങ്ങിൽ അലയും പാടിയില്ലേ? അത് അത്രയും ക്ലാരിറ്റി ഇല്ലായിരുന്നു. പിന്നെയാണ് അതിന് അത് പിന്നെ വന്നു ഉണ്ടായി. ആദ്യത്തെ പല്ലവിൽ ഉണ്ടായില്ല. സാറ് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും തുടക്കത്തെ നോട്ട് ശ്രദ്ധിക്കണം. ഞാൻ മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കി. എന്നാലും ചെറുതായിട്ട് ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. പിന്നെ ഓ പാടിയില്ലേ? അത് ഒരു 4 പ്രാവശ്യം ഉണ്ട് ഈ പാട്ടില്. അത് ആദ്യത്തെ പല്ലവിൽ 4-5 പ്രാവശ്യം ഉണ്ട്. അത് ഓരോ തവണയും മാക്സിമം നന്നായിട്ട് പാടാനായിട്ട് നീ ശ്രമിച്ചു. അതിന് കൈയ്യടി. താങ്ക് യു സർ. ഒരിക്കലും മറ്റോ കുറച്ച് ശ്വാസം അവിടെ കിട്ടിയില്ല. ഒരു ചരണത്തില് എഴുതി വെച്ചിട്ടുണ്ട്, BBB എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എടുക്കാനുള്ള ഗ്യാപ്പ് അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടിയില്ല. കിട്ടിയുള്ളൂ. അതെ, BB ഒരു പകുതിയും കൂടെ കിട്ടി. അത് സാരമില്ല. വൈദേഹി അതൊന്ന് പാടിക്കേ. വൈദേഹി പോ വൈദേഹി പോ. ഈ WHYY അല്ല, വൈദേഹി ഒരൊറ്റ വാക്കാണ്. വൈദേഹി അല്ല, വൈ എന്ന് വെച്ചാൽ എന്താ കാരണം എന്നല്ല, എന്തുകൊണ്ടാ ദേഹി പോയെന്നോ. വൈ ദേഹി പോകയായി അതിന്റെ സംഗതി ഇങ്ങനെ അത് കുറച്ചുകൂടെ കറക്റ്റ്. വൈദേഹി പോകയായി അത് കഴിഞ്ഞിട്ട് വനവാസകാലമായി വൈദേഹി അവിടെ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, ഈ സംഗതികൾക്കൊന്നും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അത് മോൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എപ്പോഴും ക്ലാരിറ്റി പാടുന്ന ആളല്ലേ, എങ്ങനെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടു? ചുമ കൊണ്ടാണോ? അപ്പൊ ഇപ്പോഴും ചുമക്കുന്നു. സാരമില്ല, ഞാൻ കൂടുതൽ പാടിപ്പിക്കുന്നില്ല കേട്ടോ. ഓടിപ്പോയി ഗാർഗിൾ ചെയ്തോ? ഗാർഗിൾ ചെയ്തിട്ടാ കേറിയേ. പക്ഷെ ഈ സംസാരം ഇങ്ങനെ മൊത്തം ഇങ്ങനെ അലച്ചോണ്ടിരിക്കൂലേ, അപ്പൊ എങ്ങനെ ഈ ചുമ മാറും? എന്റെ സ്വഭാവം മാറ്റാൻ പറ്റില്ല. അങ്ങനെയാണോ? ഓൾമോസ്റ്റ് അങ്ങനെയാണ്. മുണ്ടുടുത്ത ബാലക ഈ പാട്ട് ഏറ്റവും നല്ലൊരു
ട്രൈ ആയിരുന്നു, അതാണ് പറയേണ്ടത്. പക്ഷെ നിന്റെ ഒരുപാട് കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇനിയും നല്ലോണം പെർഫോം ചെയ്യാൻ ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനും ട്രൈ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ട്രൈ ചെയ്തേ പറ്റൂ. ട്രൈ ചെയ്തേ പറ്റൂ, അതെനിക്ക് അറിയാം. ഓക്കെ ഓക്കെ. റൈറ്റ് ടു ദ ലെഫ്റ്റ്. കുട്ടുമണിക്കുട്ട, എന്തോ അയ്യോ ചുമ. ഒരു പ്രത്യേക ഓറയുണ്ട് പൊന്നിന്. ആ ഓറ എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു ക്രൗഡിൽ ഇങ്ങനെ നിക്കുവാണെങ്കിലേ നമ്മൾ അറിയാതെ ഇവനെ ഒന്ന് നോക്കി പോകും. കണ്ടു കഴിഞ്ഞാൽ പിന്നെ മറക്കുകയും ചെയ്യില്ല കേട്ടോ. അതൊരു ഭയങ്കര കാര്യമാണ്. നമ്മളിപ്പോ ഒരു പ്രസൻസ്, സാർ പറഞ്ഞ പോലെ ഒരു പ്രസൻസ് ഉണ്ട് നമ്മുടെ കുട്ടുമണിക്കുട്ടന്. അപ്പൊ അതെപ്പോഴും കീപ്പ് ചെയ്യണം. അത് ആ ഹാപ്പിനെസ്സും ആ ചിരിയും ആ വർത്താനത്തു നിന്നൊക്കെ വരുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കീപ് ദാറ്റ് അപ്പ്. ഫസ്റ്റ് തിങ്. അപ്പൊ പൊന്നിന്റെ ഈ ഒരു ഓറ നമ്മുടെ പ്രേക്ഷകരിലേക്കും എത്തണമെങ്കിൽ എന്ത് വേണം? ക്യാമറയിലേക്ക് നോക്കണം. ഓക്കെ, മനസ്സിലായോ? ഞാൻ നിങ്ങളെയും നോക്കുന്നുണ്ട്, ക്യാമറയും നോക്കുന്നുണ്ട്, എല്ലാരെയും നമ്മളെ മാത്രമേ നോക്കുന്നുള്ളൂ ഇങ്ങനെ ഓരോ വരി കഴിയുമ്പോഴും. അത് ഇപ്പൊ എന്റെ ഒരു ഹാബിറ്റ് ആയി പോയി. പാടുന്നുണ്ട് മിക്കപ്പോഴും. അപ്പൊ സംഭവം ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേ സാധനമാണ്. ക്യാമറയിൽ നോക്കുക, മൈക്കിന്റെ ഡിസ്റ്റൻസ് കെയർഫുൾ ആയിട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ ടു മൈ ലെഫ്റ്റ് മധുചേട്ടാ. കുട്ടുമണി എന്തോ എന്തോ മധുവങ്കിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പാട്ടിന്റെ സെലക്ഷൻ. പിന്നെ ഇത്ര വയ്യായകയുടെ ഇടയിലും വയ്യാതിരുന്നിട്ടും ഈ പാട്ട് ഇത്ര മനോഹരമായി പാടിയതിന് ആദ്യം തന്നെ എന്റെ കൈയടി. ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് പല്ലവിയിൽ ആ ബേസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി. ഇനി അതൊക്കെ വരാനുണ്ട്. ഏത് ആ ഒരു ഡൈനാമിക്സ് ഫീൽ മാക്സിമം നല്ല ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ ആഡ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നി പല്ലവിയിലൊക്കെ പ്രത്യേകിച്ച്. പിന്നെ ഈ ശ്വാസം കിട്ടാത്തത് അത് സുഖമില്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി ലാസ്റ്റ് ചരണത്തില്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി ഞാൻ അധികം ബുദ്ധിമുട്ടിക്കണില്ല. ഓക്കെ. അപ്പൊ ഈ ഒരു കുറച്ച് കാര്യം കൂടി വന്നാൽ മതി. അതായത് ഞാൻ പാടണ്ട, ഞാൻ പറഞ്ഞുതരാം. അലയും, അത് വേണമെങ്കിൽ അലയും കാറ്റിൻ ഹൃദയം നമ്മൾ പാടാം. ഇതെങ്ങനെ പാടണം? അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി ഓല പുടവ തുമ്പിൽ പാടം കണ്ണീരുപ്പി രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി. ഓ തട്ടിക്കിട്ട അലയും. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ് ശ്രദ്ധിക്കണം. കുറച്ചും കൂടി മാക്സിമം നന്നായിട്ടുണ്ട്. ഇത്രയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ മാർക്ക് അറിയാം നമുക്ക്. അപ്പൊ കുട്ടുമണി going to be awarded 97.5 out of 100 today. Thank you, sir. മാത്രമല്ല യവനാണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ. Thank you. Yeah, really right. പല്ല് കൊള്ളാൻ നന്നായിട്ടുണ്ട്. ഇതിനു മുമ്പ് 2 വില്ലുവൈറ്റ് കിട്ടിയിട്ടുണ്ടല്ലേ? ഒരു വില്ലുവൈറ്റ്. അത് കാണാനുണ്ട്. വൃത്തിയായിട്ടുണ്ട്. എന്നാ കൂടെ പൊക്കോ. ടാറ്റ, ഓൾ ദി ബെസ്റ്റ്. ബൈ. അപ്പൊ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാര് 3 പേരും ശ്രദ്ധിക്കുക. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. ഒത്തിരി നല്ല നല്ല പാട്ടുകളൊക്കെ നമ്മൾ കേട്ടു. കുറെ പുതിയ കഥകളും വിശേഷങ്ങളും ഒക്കെ അറിഞ്ഞു. ഇനിയും ഒരുപാട് അറിയാനിരിക്കുന്നുണ്ട്. അത് പക്ഷേ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്ന് തൽക്കാലത്തേക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ടാറ്റ, ബൈ, സീ യു.